ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ 4th സെമസ്റ്ററിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ടേബിളിൽ ടൈമും അതേപോലെ തന്നെ ഏതൊക്കെ ഡേറ്റിനാണ് എക്സാം നടക്കുന്നത് കൃത്യമായി തന്നിട്ടുണ്ട്. അതിൽ 4th സെമസ്റ്റർ ടൈം ടേബിൾ ഫോർ 4th സെമസ്റ്റർ BBA റെഗുലർ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ഏപ്രിൽ 2025. സമയം എന്ന് പറയുന്നത് ടൈം ഓഫ് എക്സാമിനേഷൻ 1:30 മണി മുതൽ 4 മണി വരെയാണ്, എക്സെപ്റ്റ് ഓൺ ഫ്രൈഡേയ്സ്. ഫ്രൈഡേ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ 1:30 മണിക്ക് എക്സാം തുടങ്ങും, 4 മണി വരെയാണ് എക്സാം ടൈം. ഫ്രൈഡേയ്സിൽ 2 മണി മുതൽ 4:30 വരെയാണ് സമയം എന്ന് പറയുന്നത്. ബാർകോഡ് ബേസ്ഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 10-നാണ്, അതായത് ചൊവ്വാഴ്ച ജൂൺ 10-ന് A13 ഫസ്റ്റ് പേപ്പർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ തൊട്ടടുത്ത ദിവസം 11-ാം തീയതി വെനസ്ഡേ ടൈം 1:30 മണിക്ക് തന്നെയാണ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആണ്. അത് കഴിഞ്ഞാൽ 12-ാം തീയതി കണ്ടിന്യൂസ് ആണ് എക്സാം, 10, 11, 12. 12-ാം തീയതിത്തെ പരീക്ഷ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് 12-ന്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഫ്രൈഡേ 13-ന് 13-ാം തീയതി കോർപ്പറേറ്റ് റെഗുലേഷൻ ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം വരുന്നുണ്ട് 10, 11, 12, 13. പിന്നെ ശനിയും ഞായറും ഒരു ലീവ് കിട്ടുന്നുണ്ട്. അതിനുശേഷം തിങ്കളാഴ്ച, അതായത് മൺഡേ 16-ന് 16-ാം തീയതിയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഈ ടൈം ടേബിളിനനുസരിച്ച് പഠിച്ചു തുടങ്ങുക. നമ്മുടെ എല്ലാ സബ്ജക്റ്റുകളും ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ 4th സെമ്മിൻ്റെ എല്ലാ സബ്ജക്റ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ അപ്ലോഡ് ചെയ്തത് നിങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ പ്ലേലിസ്റ്റ് എടുത്ത ഓരോ സബ്ജക്റ്റ് വൈസും നിങ്ങൾക്ക് കിട്ടും. ഒപ്പം തന്നെ അതിൻ്റെ ഏറ്റവും അവസാനം പ്രീവിയസ് ഇയറിൽ, അതായത് 2019-ലാണ് നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഈ ഒരു സിലബസ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിലബസ് സ്റ്റാർട്ട് ചെയ്ത മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫസ്റ്റ് ബാച്ച് അന്ന് പഠിക്കാൻ കയറിയിട്ട് അവരുടെ 4th സെമ്മിൻ്റെ ആദ്യത്തെ എക്സാം 2021-ലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 21 മുതലുള്ള കഴിഞ്ഞ വർഷം വരെയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കുക. അതുപോലെ റിവിഷൻ ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതെല്ലാം എല്ലാ സബ്ജക്റ്റിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്